ചേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ അവരോട് സംസാരിക്കരുത് എന്ന് പറയാനുള്ള കാരണതാ. അത്രേ ഉള്ളൂ. ഒരു നല്ല വാക്ക്, ഒരു നല്ല പെരുമാറ്റം. അള്ളാഹു ഉഫിന്ന് പ്രയോഗിച്ചത് വാക്കിനെ തന്നെ മുൻനിർത്തിയിട്ടാ. പിന്നെ അള്ളാഹു തൻഹറുഹുമ എന്ന് പറയുന്നത് നമ്മളെ ബോഡി കൊണ്ടുണ്ടാകുന്ന ഒരു ഷെയ്മിങ് ഉണ്ടാകരുത് അവർക്ക്. അത് മാത്രം സൂക്ഷിച്ചാൽ മതി. നാവോട്ട് അവർക്ക് ബേജാറുണ്ടാവരുത്, നമ്മുടെ എക്സ്പ്രഷൻ കൊണ്ട് അവർക്ക് ഒരു ബേജാറുണ്ടായിരുന്നു. രണ്ടും അന്ന് എടുത്തു പറഞ്ഞതാ. എന്നൊരു വാക്കെന്റെ മുഖം കൊണ്ട് ശരീരം കൊണ്ട് ഒരു വൃത്തിയേട് നേരെ ഉണ്ടാവുകയും ചെയ്യും. ഇത് രണ്ടും നമ്മൾ സൂക്ഷിച്ച ഒരു ഹാപ്പിയാവും, ഒരു സമാധാനപ്പെടും. ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടാകുന്ന ഒരു വർത്താനത്തൂടെ അവരെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിസ്കാരവും നോക്കൊണ്ട് മാത്രം കിട്ടൂല. അത് നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി. സുഖ്തുല്ലാഹി ഫി സുഖ്തിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നിങ്ങളുടെ അള്ളാഹുവിന്റെ തൃപ്തി. അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ജീവിതത്തില് ഇന്ന് പലരും പറയുന്നത് പോലെ കളിപ്പാട്ടങ്ങൾ, മൺകൊണ്ടുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് പോലും 500 റുപ്യ വില ഉണ്ട്, 50 ദിർഹമിന്റെ വില ഉണ്ട്, റിയാലിന്റെ മേലെ വില ഉണ്ട്. പക്ഷെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ഒരു 5 റിയാലിന്റെ സമയം, ഒരു 5 റിയാലിന്റെ ഗുണം, ഒരു 5 റിയാലിന്റെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് നാളെ പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ശിക്ഷയിൽ അള്ളാഹ് ആദ്യം പരിഗണിക്കുന്നത് പോലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ സങ്കടപ്പെടുത്തിയതിന്റെ പേരിൽ. ലോകത്തൊരു മാതാപിതാക്കളും മക്കളെ ശപിച്ചോളണം എന്നില്ല. ഇല്ല, എന്റെ വാക്ക് കേൾക്കുന്ന, ഈ പ്രസംഗം കേൾക്കുന്ന ഒരുപാട് കുടുംബത്തിലെ ഉമ്മമാർക്ക് മക്കളോട് വെറുപ്പുണ്ട്, പലർക്കും മരുക്കളോട് ദേഷ്യമുണ്ട്. എന്നാലും മരുക്കളോടുള്ള ദേഷ്യം ഉള്ളിലുണ്ടെങ്കിൽ പോലും സ്വന്തം മക്കളോട് ആ വെറുപ്പ് കാണിക്കാൻ അവരെ മനസ്സാഗ്രഹിക്കാറില്ല. പക്ഷെ ആ കണക്ക് അവർ കാണിച്ചിട്ടില്ലെങ്കിലും, ആ വെറുപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും റബ്ബ് പറയുന്നു, ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ അവരെ മുൻനിർത്തി അവരുടെ ഉള്ളു വേദനയറിഞ്ഞ റബ്ബ് അതിന് കണക്ക് ചോദിച്ചിട്ടല്ലാതെ ഒരു മക്കളെയും പടച്ചോൻ വിചാരണക്കെടുക്കൂല. ഖബറിൽ പോലും ഒരു സമാധാനം കിട്ടാത്തവരാര് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണ്. നമുക്കൊക്കെ ഖബറിൽ വലിയൊരു ലോകം കാത്തിരിക്കുന്നുണ്ട്. ആദം നബി 5000 കൊല്ലത്തിലധികമായി ഖബറിലാണ്. മുഹമ്മദ് നബി 1400 കൊല്ലായിട്ട് ഖബറിലാണ്. എന്റെ വല്യാപ്പ 140 കൊല്ലായിട്ട് ഖബറിലാണ്. എന്റെ വാപ്പക്ക് 72 വയസ്സായി. അദ്ദേഹം ഇനി മരിച്ചാൽ എത്ര കാലം എന്ന് എനിക്കറിയൂല. എനിക്കിപ്പോ 42ആയി. ഞാൻ മരിച്ച എത്ര കാലം ഖബറിലാന്നറിയൂല. ആ ഖബറെന്ന ലോകത്തിൽ നമ്മളെ അള്ളാഹുത്താല ഖബറിലിട്ട് വേദനിപ്പിക്കലാണ് അള്ളാഹുത്താലയുടെ തീരുമാനമെങ്കിൽ ആ വേദന റബ്ബ് കുറച്ചരും. എന്തുണ്ടെങ്കിൽ നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടാണ് മരിച്ചുപോയതെങ്കിൽ അള്ളാഹുവിന്റെ ഖബറിൽ കിട്ടുന്ന കാരുണ്യത്തിന്റെ ഉടമയുടെ കൂട്ടത്തിൽ അള്ളാഹ് ഒരാളെ പെടുത്താതെ നിന്നിട്ടുള്ളൂ. അതാരെയാണെന്നറിയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരെയല്ല. ഖബറിൽ പടച്ചോൻ കൊടുക്കുന്ന ഇളവുകളിൽ അള്ളാഹ് പരിഗണിക്കപ്പെടാത്ത ഒരേ ഒരു കൂട്ടർ ഉപ്പൂക്കല്ലും മഹാത്, സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയ വേദനിപ്പിക്കുന്ന മക്കൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് സങ്കടം പറയും. ഇപ്പൊ ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കുറെ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഉമ്മനെ നോക്കണം, ബാപ്പനെ നോക്കണം. ഞാനൊരു മഹല്ല് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു നാട്ടിൽ. അതേമാതിരി പല നാട്ടിലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചിലർ എന്നോട് വന്നു ചോദിക്കും. ഇപ്പൊ ചിലരിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് എന്നോട് പറയും, ചില പ്രസംഗിക്കാൻ പോകുമ്പോ, അപ്പൊ ഗൾവെന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ആ അമ്മനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ കുറെ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് കുടുംബത്തിലെ ഗ്രൂപ്പിലൊക്കെ ഷെയറും ചെയ്തു. അപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കൽ എന്താണെന്നറിയോ? നിങ്ങൾ എന്നിട്ട് ഉമ്മനെയും പാപ്പനെയും പോയി നോക്കിയിരുന്നോ? അല്ല, അതില്ല, അത് നേരം കിട്ടിയില്ല. ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് കുറെ ഒഴിവ് സമയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വണ്ടി പോകുമ്പോ ഒക്കെ കേൾക്കും. ഞാൻ വിചാരിക്കുന്നു ഉമ്മനെ വിളിക്കണം, പാപ്പനെ വിളിക്കണം എന്ന്. പക്ഷെ നേരം കിട്ടൂല, തിരക്കാ. പിന്നെ അത് എന്തിനാ? ആൾക്കാർക്ക് ഇതൊക്കെ ഒരു രസവും ഫാൻസും മാത്രമായി മാറുക. വെറുതെ ഒരു കേട്ടിട്ട് കണ്ണീര് സങ്കടപ്പെട്ടിട്ട് ഉമ്മാനെ കുറെ ആലോചിച്ചിരിക്കുന്ന മക്കൾ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ കേൾക്കുമ്പം രോമാഞ്ചം കൊണ്ട് എന്റെ അമ്മ ഒരിക്കലും എന്നെ വെറുക്കൂല, എന്റെ വാപ്പ ഒരിക്കലും എന്നെ പടച്ചോന്റെ അടുത്ത് കുറ്റം പറയൂല എന്നുള്ള രോമാഞ്ചം കൊണ്ട് ജീവിക്കുന്ന മക്കളും ഉണ്ട്. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവരെ? അതൊരു സമാധാനമാണ്. മരിച്ചാൽ നമ്മൾ വിട്ടുപോകാത്ത സമാധാനമാണ്.
ഇന്ന് വാപ്പയമ്മയും മരിച്ചതിന് ശേഷം ബേജാറുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒന്നും ശരിയാകുന്നില്ല, പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ല, പൊരന്റെ ഇത് മാറുന്നില്ല, കച്ചവടം ലാഭമാകുന്നില്ല. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലൊരു സമാധാനമില്ല. എന്തുകൊണ്ടാ? അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോന്റെ മാർഗത്തിൽ അള്ളാഹു താല കൊടുത്തിട്ടും മാതാപിതാക്കളെ നല്ല നിലക്ക് പരിഗണിക്കാത്ത ഒരു ഉമ്മനെയും വാപ്പിനെയും കണ്ണീരും സങ്കടവുമായിട്ട് പറഞ്ഞയച്ച ഒരു മക്കളാണെങ്കിൽ അള്ളാഹ് ആദ്യം കൊടുക്കുന്ന ശിക്ഷ കുറ്റബോധ, നെഞ്ചിട്ടുള്ളിൽ ഒരു പെടച്ചില. നാളെ ഇന്റെ ഈ മുടിയും നരയ്ക്കും, ഉറപ്പല്ലേ? ഇപ്പൊ തന്നെ നരച്ചിട്ടുണ്ട് ഒരുപാട്. എന്റെ ഈ കയ്യും ബലഹീനായി തുടങ്ങിയിട്ടുണ്ട്, എന്റെ കാഴ്ച ശക്തി ഒരു പക്ഷെ കുറഞ്ഞു തുടങ്ങും. എന്തിന്? ഞാൻ ഇവിടുന്ന് നീട്ടി തുപ്പിയാൽ അവിടെ തുപ്പും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് തുപ്പിയാൽ അത്ര നീളത്തൂല. ഞാൻ ചലിക്കുന്നതും സഞ്ചരിക്കുന്നതും വാർദ്ധക്യത്തിലേക്കാണെങ്കിൽ അന്ന് ഞാൻ വീണ് കിടക്കുമ്പോ, നോക്കാൻ ആളില്ലാണ്ട് ഞാൻ സങ്കടപ്പെട്ട് കിടക്കുമ്പോ, ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ കൈയോർത്തുന്നുള്ളത് നേരാ. ഞാൻ എന്താ പറയാ? പടച്ചവനെ, ഞാൻ സ്നേഹിച്ചിട്ട് എന്റെ മക്കൾ ഞാൻ നോക്കിയില്ലാന്ന്. അങ്ങനെ നോക്കിയില്ലാന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവനോട് തിരിച്ചു പറങ്ങി എന്റെ വാപ്പനെയും ഇവനെയും നോക്കിനോ. അപ്പൊ എന്റെ മനസ്സിൽ ആ പതറൽ ഉണ്ടാകുമ്പോണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും പടച്ചവന്റെ അടുത്ത് എത്തൂലാന്ന് എനിക്ക് തോന്നും. ആ കുറ്റബോധമുണ്ട്, ആ നീറലുണ്ട്, ആ വേദന ഉണ്ട്. എന്നാൽ ഞാൻ നല്ലോണം എന്റെ അമ്മനെയും ബാപ്പനെയും നോക്കിയിട്ട് എന്റെ മക്കൾ ഇന്നെ നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബിനോട് പറയാം, റബ്ബേ, ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട്, എന്റെ മക്കൾ എന്റെ കടമ നിർവഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ റബ്ബിനെ കൈവിടൂല എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊരു വലിയ സമാധാനം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കേണ്ടതാ. അത് മരിച്ചതിന് ശേഷം ബാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടോ ഉമ്മാന്റെ പേരിൽ ഒരു 10 ഉംറ ചെയ്തിട്ടോ കാര്യമല്ല. ചിലരൊക്കെ മരിച്ച പോലെ പോകുമ്പോൾ പറയും, ഉമ്മാക്ക് ഇന്നോട് വലിയ താല്പര്യമായിരുന്നു, ഉമ്മാക്ക് മക്കളിൽ ഇന്നോട് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ. മരിച്ചതിന് ശേഷം വാപ്പക്കുമ്പക്കും കൊടുക്കുന്ന അനുശോചനങ്ങളും അഭിനയങ്ങളും അല്ല വേണ്ട. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം. ഒരുപാട് തേങ്ങ അരച്ചിട്ടും തേങ്ങ ചരണ്ടിയിട്ടും മീൻ മുറിച്ചിട്ടും മറ്റു പലതും ചെയ്തിട്ട് തയമ്പ് വീണ ആ കൈയൊന്ന് മാറത്തേക്ക് ചേർത്ത് പിടിക്കണം. ഒരുപാട് വെയിൽ കൊണ്ട് ആ മുഖത്ത് ഒരു ഉമ്മ കൊടുക്കണം. ഒരുപാട് ഉടഞ്ഞു പോയ മസില് നോക്കിയിട്ട് വാപ്പാൻ അണച്ചു കൂട്ടണം. എന്നിട്ട് പറയണം, വാപ്പേ, നിങ്ങളാണ് ഇന്റെ സ്വർഗവും ഇന്റെ നരകവും, ഉമ്മേ, നിങ്ങളാണ് ഇന്റെ സ്വർഗവും നരകവും എന്നവരെ കണ്ണിൽ നോക്കിയിട്ട് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റിയാൽ ചെയ്യുന്ന ഓരോ ഇബാദത്തും പടച്ചോൻ നാളെ പകരം തരും. അല്ലെങ്കിലോ അള്ളാഹ് പറയും, എനിക്ക് വലിയ റിസ്ക് ഇല്ലാത്തൊക്കെ ഈ ചെയ്ത്, റിസ്ക് ഉള്ളതൊക്കെ ഇനി എന്റെ കാരണവരെ അനിയനെ ഏൽപ്പിച്ചു. ഇപ്പൊ അങ്ങനെയാണ്. റിസ്ക് ഇല്ലാത്ത നിസ്കാരവും മുമ്പൊക്കെ നമ്മൾ ഉഷാറായിട്ട് ചെയ്യും. കാരണം അത് നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. ഒരേല് വെള്ളം ഉണ്ട്, ഒന്ന് എടുക്കാം, അവിടെ നിസ്കരിക്കാം. നോമ്പ് നമുക്ക് നോൽക്കാം, ഇഷ്ടം പോലെ പിയാപ്പിള തിന്നാൻ കൊണ്ടിട്ടിട്ടുണ്ട്, അല്ലെ നമ്മളെ പൊരയിൽ പെണ്ണുങ്ങൾ വെച്ചിരുന്നുണ്ട്, ഉഷാറായിട്ട് നോൽക്കാം. ഒക്കെ നമുക്ക് തന്നെ ഉള്ളതാ. എന്നാ കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞാലോ, വാപ്പനെയും ഇവനെയും താങ്ങി പിടിക്കണം, ഒരു മൂത്രമൊഴിച്ച കഴിച്ചു കൊടുക്കണം. ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു മോള് ഒരറപ്പും ഇല്ലാണ്ട് വാപ്പ ബോധമില്ലാണ്ട് കിടക്കുക, ഉമ്മക്ക് പൊക്കാൻ പറ്റണില്ല, വീട്ടിലാണെ ആൺകുട്ടികളില്ല. എന്നിട്ട് അതിൽ ഒരാളും ബേക്കെന്ന് വാപ്പാൻ അങ്ങനെ പിടിച്ചു പൊക്കിയിട്ട് ഓളൊരു കസേര അങ്ങനെ ചാരിച്ചു ചുമരുമലേക്ക്, അതിന് വാപ്പൻ അങ്ങനെ താങ്ങി നിർത്തി. എന്നിട്ട് ആ ചീഞ്ഞ് വേർത്ത് പറ്റിയ ശരീരത്തിലെ ബനിയൻ ഇങ്ങനെ പൊക്കിയിട്ട് ശരീരം കുളിപ്പിച്ചു കൊടുക്കുന്നത്, നനച്ച് തുടച്ചു കൊടുക്കുന്നത്. നഅൂദുബില്ല. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവണം. കാരണം ചിലരൊക്കെ കണക്ക് വിചാരിച്ചിട്ടാ ഇതൊക്കെ ചെയ്യാൻ മടിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു നല്ല വർത്താനം കിട്ടുന്നില്ല, എനിക്ക് എന്നോട് ആരും നല്ലോണം പെരുമാറുന്നില്ല, എന്നോട് ഒരു നല്ല വർത്താനം ആരും പറയുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വർത്താനാ തോന്നുന്നെങ്കിൽ ഇവിടെ വിചാരിച്ചിട്ടാ ചെയ്യുന്നതെങ്കിൽ ചെയ്യണ്ട. അത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഇവിടെ ഞാൻ എല്ലാവരും ഒന്ന് ബഹുമാനിക്കണം. ഞാൻ എല്ലാവരും ഒന്ന്, ഞാനാണ് ഉമ്മനെ നോക്കി, ഓളാണ് കൊണ്ടുപോയത്, ഓള് ഭയങ്കര നോട്ടാണ് നോക്കിയെന്ന് പറയിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ആ ദുനിയാവിൽ ചിലപ്പോ പേര് തന്നെ കിട്ടും. നാട്ടുകാർ കുറെ ആൾക്കാർ മരിച്ചാ പറയും, ഓള് നോക്കിയതാട്ടോ, ഓള് കൊണ്ടുവരുന്നതാണ്. നമുക്കത് വേണ്ട, നമുക്ക് പടച്ചോന്റെ അടുത്ത് മതി. അതുകൊണ്ട് നോക്കുന്നത് എനിക്ക് ആത്മാർത്ഥതയാണെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിലെ എല്ലാവരോടും പറയലുണ്ട്, നിങ്ങൾക്ക് ഉമ്മനെയും വാപ്പനെയും കിട്ടിയ അത് നിങ്ങളെ ബർക്കത്താന്ന് കരുതണം. ഏട്ടൻ നോക്കുന്നില്ല, അളിയൻ കൊണ്ടുപോകുന്നില്ല, അനിയൻ കൊണ്ടുപോകുന്നില്ല, പെങ്ങൾ നോക്കണില്ല എന്നുള്ളത് കണക്ക് നോക്കണ്ട. നിങ്ങൾ നോക്കിയതിന്റെ കണക്ക് നിങ്ങൾ വേറൊരാളോട് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ 6 മാസമായി ഞാൻ തന്നെയാ നോക്കണത്, മൂത്തോനുണ്ട് ഇളയോനുണ്ട്, രണ്ടാളെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസം നോക്കിയ കൂലി പോവുകയെന്ന്. നമ്മൾ നോക്കിയാ പടച്ചോൻ നമുക്ക് തരും, ഉറപ്പാ. അമല്ലാഹു ബിഗാഫിലിൻ,
അള്ളാഹു അശ്രദ്ധനല്ല, അള്ളാഹു ക്രൂരനല്ല, അള്ളാഹു ന്യായം കാണിക്കുന്നവന്. നമുക്ക് എവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതുപോലെ നമ്മളെ നേരെ പടച്ചോൻ ഒരു പിടുത്തം വരുത്തരുത്. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 90 വയസ്സ് 87 വയസ്സുള്ള ഒരു വാപ്പാനെ കാണാൻ പോയി. നല്ല ആരോഗ്യത്തിൽ വാപ്പ അങ്ങനെ നിന്നിട്ട് പറയാ, ആഫിയത്തോടെ ജീവിച്ച് മരിക്കാൻ നിങ്ങൾ തൗഫീഖിന് പ്രാർത്ഥിക്കണം കേട്ടോ. വാർദ്ധക്യത്തിന്റെ വേദനകൾ ഞാൻ അനുഭവിക്കാണ്ടിരുന്നാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതൊരു ബർക്കത്താ. പക്ഷെ നമ്മളെ കുഴക്കൂല. നമ്മക്ക് ആള് നമ്മളെ നോക്കാനില്ലെങ്കിലും പഠിച്ചോ നമ്മളെ തളർത്തൂല. നമ്മൾ കൊടുത്തത് ഹക്കാണെങ്കിൽ, നമ്മൾ ചെയ്തത് നന്മയാണെങ്കിൽ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞത്, അതല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടും നിങ്ങൾ എമ്മനെയും ബാപ്പിനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ബത്ഷറബ്ബിക ലശദീദ്, മനുഷ്യരെ നമുക്കൊരു പിടുത്തം വരാനുണ്ട്. കാരണം നിങ്ങളൊക്കെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാനുള്ളവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട്, ഉമ്മമാരോട്, മക്കളോട് ഹൃദയത്തിൽ നിന്നാ ഞാൻ പറയുന്നത്. കാരണം ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ഞാന് മൂത്ത മോന്, ഇന്ത്യ മേലൊരു പെങ്ങളാളുണ്ട്, 2 അനിയന്മാരും ആളുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടില് വാപ്പന്റെയും ഉമ്മന്റെയും വീട്ടിന്റെ അടുത്ത് തന്നെയാ താമസം. എനിക്ക് അവിടെ വിട്ട് പോകാനാകുകയില്ല. നിങ്ങൾ ഹോം സീക്കൊന്നും എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് അവരെ വിട്ട് പോകാൻ പറ്റുകയില്ല. ഞാൻ SSLC കഴിഞ്ഞ് വിദേശത്തേക്ക് പഠിക്കാനല്ല ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒമാൻ വരെ വിളിച്ചിരുന്നു. ഷബീർ മൗലവിയൊക്കെ നമ്മളെ അടുത്ത സുഹൃത്ത്, അഷ്റക്ക. പക്ഷെ എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാനിങ്ങനെ വീട് പണി, എനിക്ക് താമസ സൗകര്യം ഇല്ലാണ്ടായി. ഞാൻ ഒരു ചെറിയ വീട് ഉണ്ടാക്കണം എന്ന് വെച്ച സമയത്ത് ഒരാഴ്ചത്തേക്ക് ഞാൻ എൻ്റെ ഉമ്മനെയും വാപ്പനെയും പെങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ ഒരു ദിവസത്തിന്റെ പിറ്റേന്ന് രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം അവര് വീട്ടിലില്ലാത്തപ്പോ ഞാൻ ഒറ്റപ്പെട്ട ഫീലിംഗ് ആയി. എനിക്ക് എന്റെ ഭാര്യ വേറെ പൊരക്കാരുത്തിയാ അല്ലേ. എന്റെ അമ്മാന്ന് ഞാൻ വിളിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്നേഹത്തിന്റെ, അതല്ലെങ്കിൽ എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് എന്റെ അമ്മ വാരി പിടിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാ. അത് എന്റെ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പോയി വരട്ടോ അമ്മ, ഞാൻ പോട്ടമ്മ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഇഷ്ടമില്ല, നീ പോയി വരാന്ന് പറയാ. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുന്ന എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ വാപ്പനെയും ഇവനെയൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഇമോഷണലായി പോകുന്നത്. ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പഠിച്ചാൽ ഒരു ദിവസം ഒരു മാറി നിന്നപ്പോ എനിക്ക് പറ്റാണ്ടായി പോയി. ഞാൻ അങ്ങനെ ആലോചിച്ചൊക്കെ പിന്നെ എനിക്ക് ആരാളുടെ അനിയന്മാര് 2 ആള് വേറെ പുരയെടുത്ത് പോയി. ഞാൻ ആ തറവാട്ടിലുണ്ട്, എന്റെ കൂടെയാ, എന്റെ അടുത്താവലും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാൻ പഠിച്ചോനെ, ആലോചിക്കാൻ പറ്റൂല. ഏതായാലും അതൊക്കെ ഒന്ന് ആലോചിക്കണം. നമുക്ക് ആകെ കിട്ടുന്ന 10, 50, 60, 70 റസൂലിന് പോലും അള്ള കൊടുത്ത 63 കൊല്ല. ആ പുണ്യ റസൂലിന് പോലും പടച്ചോൻ ഒരു നല്ല വാക്കിനെയും ഇവനെയും സ്നേഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ല. ആ റസൂലിന് കൊടുക്കാത്തത് പടച്ചോൻ നമുക്ക് തന്നെന്ന് പറയാണ്ടേ അതൊക്കെ തന്നെ ഉള്ളൂ. അത് അള്ള നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് പടച്ചോൻ ചോദിക്കുമ്പോ അതിന്റെ പേരിൽ നമ്മൾ തലകുനിക്കേണ്ടത്. നിസ്കരിക്കുകയും നോമ്പൊലിക്കൊക്കെ ചെയ്ത പുളുസില് ഭംഗിയിൽ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ അള്ള തന്ന റസൂലിന് കൊടുക്കാത്ത ഒരു അനുഗ്രഹത്തെ പറ്റി അള്ള ചോദിക്കുമ്പോ അതിൽ തോറ്റുപോയവരായി മാറാൻ പാടില്ല. ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഒരുമിച്ചുകൂടൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മളെ മാറ്റുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു ഇബാദത്തായി അള്ളാഹു ഈ ഒരുമിച്ച് കൂടലിനെയും നമുക്ക് മാറ്റി നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളുണ്ട്. നമ്മളിൽ ഓരോരുത്തരും നാദാ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കി ഏറ്റവും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നീ ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ പ്രവാസ ലോകത്തെ കുടുംബാംഗങ്ങളെ നീ എത്തിക്കണേ. സാമ്പത്തിക രംഗത്ത് അള്ളാഹു അറിഞ്ഞു നൽകിയ സമ്പത്ത് പടച്ചോന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട്. അവരെ കൊണ്ടൊക്കെ അള്ളാന്റെ ദീനെന്ന് കേരളത്തിൽ പോലും നിലനിന്നു പോകുന്നു. അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാദാ, അത്തരത്തിലുള്ള കെടുതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീനിനെ സ്നേഹിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ. അവരെ സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയും കുടുംബത്തിൽ ഇസ്സത്തും നൽകി അവർ ഈ സമൂഹത്തിന് എന്നും മരണം വരെ ഉപകാരപ്പെടുന്ന കുടുംബങ്ങളായി ജീവിക്കാൻ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ അത്തിനാ ഫിദ് ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.